ഏകീകൃത തെരഞ്ഞെടുപ്പ് നിലവിൽ വന്നാൽ ദേശീയ വിഷയങ്ങളും സംസ്ഥാന വിഷയങ്ങളും പഞ്ചായത്ത് തല വിഷയങ്ങളും ഒരേ സമയം ചർച്ച ചെയ്യേണ്ടി വരുന്നത് വോട്ടർമാരെ ശ്വാസം മുട്ടിക്കുന്നതിന് തുല്യമാണ്. അന്തിമമായി നിലവിലെ ഫെഡറൽ സംവിധാനത്തെ അത് ദുർബലപ്പെടുത്തുക തന്നെ ചെയ്യും. അതിലും അപകടകരമായ മറ്റൊന്നുണ്ട്. ഒറ്റയടിക്ക് തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിനെ മാത്രമല്ല തുടർന്നുള്ള 5 വർഷത്തെ ജനാധിപത്യ പ്രക്രിയയെ തന്നെ ബാധിക്കും. സർക്കാരുകൾക്ക്, പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന് ജനങ്ങളുടെ ഇടയ്ക്കിടയ്ക്കുള്ള പ്രവർത്തന ഓഡിറ്റിങ്ങുകളെ അതിജീവിക്കാൻ സഹായിക്കുന്ന മാറ്റത്തിലേക്കാണ് മൂന്നാം NDA സർക്കാർ ചുവടുവെക്കുന്നത്. ഉദാഹരണത്തിന് രാജ്യത്തിലെ പെട്രോൾ വില മാത്രം നോക്കിയാൽ മതി. 5 വർഷത്തേക്ക് കേന്ദ്രഭരണം ഉറപ്പാക്കിയ BJPക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പെട്രോൾ വില കുറയ്ക്കില്ലെന്ന ധാർഷ്ട്യം തൽക്കാലത്തേക്കെങ്കിലും മാറ്റിവെക്കേണ്ടി വന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ പലതവണ. അതുപോലെ ഏകീകൃത തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ തുടർച്ചയായ 5 വർഷത്തേക്ക് അഴിമതി, വിലക്കയറ്റം, വർഗീയത, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ദുരുപയോഗം തുടങ്ങിയ കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെയോ ജനഹിതത്തെയോ മാനിക്കേണ്ടി വരില്ല. അത് വർദ്ധിപ്പിക്കുന്നത് ജനാധിപത്യത്തിന്റെ ശക്തിയല്ല, സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ ശക്തിയാണ്. തെരഞ്ഞെടുപ്പ് ചെലവുകൾ കുറയ്ക്കുമെന്ന സർക്കാരിന്റെ വാദം ചെറിയ ലാഭത്തെ സൂചിപ്പിക്കുന്നുണ്ടാവാം. പക്ഷെ തുടർച്ചയായ 5 വർഷത്തേക്ക് ജനങ്ങളുടെ നിരീക്ഷണ വലയത്തിൽ നിന്ന് സർക്കാരിന് ഒഴിവ് കിട്ടുന്നത് ജനാധിപത്യത്തിന്റെ തിരുത്തൽ ശക്തിയെ ക്ഷയിപ്പിക്കും. അതായത് ഏകീകൃത തെരഞ്ഞെടുപ്പ് എന്നതിനേക്കാൾ തുടർച്ചയായ 5 വർഷത്തെ ജനാധിപത്യത്തെയും അന്തിമമായി ജനാധിപത്യത്തിന്റെ ഭാവിയെ തന്നെ അട്ടിമറിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇത് നിശ്ചയമായും നിരീക്ഷണ വിധേയമാക്കണം. കാരണം ഏകീകൃത തെരഞ്ഞെടുപ്പല്ല, ജനാധിപത്യമാണ് വലുത്.